അണക്കര ധ്യാനകേന്ദ്രത്തിൻ്റെ ശുശ്രൂഷ 94 രാജ്യങ്ങളെത്തി. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുവന്നണം മുഴുവൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ലോകരാജ്യങ്ങൾ മുഴുവൻ സുവിശേഷം പലത് അത് ഓൺലൈനിലൂടെയും അല്ലാതെയും സ്റ്റേറ്റ് എല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ 100ഓളം രാജ്യങ്ങളെത്തി. എല്ലാ രാജ്യവും ശുശ്രൂഷ വിളിച്ചുകൊണ്ടിരിക്കുക. ഇന്നാളെ കൂടുതൽ യൂറോപ്പിലോട്ട് കർത്താവ് കൂട്ടിക്കൊണ്ടിരിക്കുക. യൂറോപ്പ് മുഴുവൻ കർത്താവ് ശുശ്രൂഷ, ജർമ്മനി, ഫ്രാൻസ്, മുഴുവൻ സ്ഥലങ്ങളും യൂറോപ്പിൻ്റെ എല്ലാ മുക്കും പോലെ സുവിശേഷം പ്രഘോഷിക്കാൻ തുറന്നിരിക്കുക. അടുത്ത ഈ ജൂലൈയിലേക്ക് കിട്ടാൻ പോകുന്നത് പോളണ്ടിലൊരു 20,000-ലധികം ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ പോകുന്ന അവിടുത്തെ കാർഡിനൽ വിളിച്ച് എന്നോട് പറഞ്ഞിരിക്കുക. പ്രസിലോഷ് അച്ഛൻ വന്നിട്ട് വചനം കൊടുക്കണം പറയുക. ഇംഗ്ലീഷ് ശുശ്രൂഷ ഞാൻ പഠിച്ചെന്ന ആളൊന്നുമല്ല, വലിയ പഠിച്ചു. പക്ഷേ എനിക്ക് കർത്താവ് നന്നായിട്ട് ഇംഗ്ലീഷ് മിനിസ്റ്ററി ചെയ്യാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. പ്രസിലോഷ് കർത്താവിൻ്റെ ആത്മാവ് എടുത്ത് ശക്തമടിച്ചേ തുടങ്ങും. ഏത് ഭാഷക്കാരെടുത്ത് പോലെ ശുശ്രൂഷ ചെയ്യും. ഏത് ഭാഷ എനിക്കൊരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. അവിടെ പരിശുദ്ധമായ 2 മിനിറ്റുണ്ട്. ഒരു 2 മിനിറ്റ് കൊണ്ട് എനിക്ക് അഭിഷേകം തരും. ആ ജനം എൻ്റെ കൂടെ നിൽക്കും, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അത് ഏത് സ്ഥലത്ത് നിന്നല്ല എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഇതൊന്നും കഴിവല്ല, ഇത് കൃപയെന്ന വാക്കിൻ്റെ അർത്ഥം അതാ. പ്രസിലോഷ് ദൈവമാണ് കൂടെ വേണ്ടത്, മനുഷ്യരും പണമല്ല കൂടെ വേണ്ടത്, പേരും പെരുമയല്ല കൂടെ വേണ്ടത്, ദൈവമാണ് കൂടെ വേണ്ടത്. ഈ കൃപ കിട്ടാൻ എളിമയും വിശുദ്ധി എന്ന 2 പുണ്യത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. എളിമയും വിശുദ്ധിയുള്ളവർക്ക് കിട്ടുന്ന ദാനങ്ങളുടെ അളവ് അത് നമുക്ക് എണ്ണാൻ പറ്റത്തില്ല. അതിനപ്പുറം നിൽക്കുന്ന സംഭവം. അണക്കരയിൽ നിനക്കറിയാം, ആദ്യത്തെ 10 വർഷമായ ശരിക്കും 9 വർഷമായുള്ള താമസമുള്ള ധ്യാനം തുടങ്ങിയിട്ട് 10 വർഷം മുമ്പ് ധ്യാനം തുടങ്ങുന്ന സമയത്ത് സത്യത്തിൽ എൻ്റെ പിതാവ് എന്നെ അങ്ങോട്ട് വിടുമ്പോൾ എനിക്ക് ആരുമില്ല എൻ്റെ കൂടെ. ഒരു ചേട്ടൻ, ഒരു സഹോദരൻ മാത്രമുണ്ട്. ഒരു 19 വയസ്സ് പ്രായമുള്ള സഹോദരൻ എൻ്റെ കൂടെയുണ്ട്, വേറെ ആരുമില്ല എൻ്റെ കൂടെ. എന്നെയും ഇടവപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റുമ്പോൾ ഒരു തിങ്കളാഴ്ച ദിവസം മാറ്റുന്നു, ഞാൻ മാറുന്നു. ശനിയാഴ്ച ആരാധന തുടങ്ങണം. പള്ളിയിലൊന്നുമില്ല അവിടെ. ഞാനൊരു ഷെഡ് കെട്ടിയിട്ട് ഒരു ബലിപീഠം പണിയാൻ ആളില്ല. അപ്പം ഞങ്ങൾ പണിക്കാർ 2-3 പണിക്കാരെ വിളിച്ചു, പാവപ്പെട്ട ആൾക്കാരെ വിളിച്ചു. ഞാനും കൂടെ നിന്ന് കല്ല് പെറുക്കി വെച്ച് ഒരു ബലിപീഠമൊക്കെ പണിത്, എന്നിട്ടാണ് അവിടെ കുർബാന അർപ്പിച്ചുകൊണ്ട് ബിഹാരി ജനറലച്ചൻ വരുന്നുണ്ട് ശനിയാഴ്ച. എന്നോട് എനിക്ക് എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ചത് കൃപയുണ്ടെങ്കിൽ പ്രവർത്തിക്കും, ദൈവം കൃപ തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. പ്രസലോഷ് ആദ്യത്തെ ദിവസം എനിക്കൊന്ന് 10-25 പേരൊക്കെ ഉള്ളൂ. പ്രസലോഷ് 25 പേര് പോലും ഇല്ല, ആരുമില്ല ഇരിക്കുക. അപ്പം ഞാൻ ശരിക്കും വിഷമിക്കുന്നുമില്ല, കൃപ പ്രവർത്തിക്കും. ഈശോർ നീ ഉള്ളത് കൊണ്ട് ധൈര്യമായിട്ട് നിൽക്കുക. 5 5,000 വാക്കി ഉയർത്തുന്ന ദൈവമില്ലേ, ആ ദൈവം കൃപ തരുന്നേ. കൃപയാണ് പ്രവർത്തിക്കുന്നത്, കൃപയാണ് പ്രവർത്തിക്കുന്നത്. വേറെ കഴിവും കൃപയത്. എനിക്ക് കഴിവൊന്നുമില്ല, പ്രത്യേകിച്ച് പൊക്കി പറയാൻ എനിക്കൊന്നുമില്ല. പക്ഷെ എനിക്കൊരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ദൈവത്തിൻ്റെ കൃപ എൻ്റെ കൂടെ എന്നെ രാവും പകലും എന്നെ കൈപിടിച്ച് നടത്തുന്നത് ഞാൻ കാണാറുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ് 2-ാമത്തെ ആഴ്ച ഞാൻ ഉച്ച സമയത്ത് വെള്ളിയാഴ്ച ദിവസങ്ങൾ കുർബാന അർപ്പിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക്. അന്നും ആ കുർബാന അവിടെ നടക്കും. പ്രസലോഷ് ഇതുവരെ മുടങ്ങിയിട്ടില്ല കുർബാന. 12 മണിയാകുമ്പോൾ കുർബാനയ്ക്കായിട്ട് ഞാൻ ഒരുങ്ങും. 2-ാമത്തെ വെള്ളിയാഴ്ച ഞാൻ കുർബാന എല്ലാം വേണ്ടി ഇടവുമ്പോണ്ട് വയനാട് ഭാഗത്തു നിന്ന് ഒരു അപ്പൻ അമ്മയും കൊണ്ട് വരും. ഈ അമ്മ തളർന്ന് കിടക്കുന്ന 8-10 വർഷമായിട്ട് എഴുന്നേറ്റിട്ടില്ല, ഒരിക്കലും എഴുന്നേറ്റിട്ടില്ല. അവൾ വയ്യാതെ കിടക്കും, എടുത്തുകൊണ്ട് വരും. ഈ ഒരു കാറിൻ്റെ പ്രത്യേകത, വണ്ടി വന്നാൽ നല്ല സൗകര്യമാണ്. നേരെ എൻ്റെ മുറിക്കകത്തോട്ട് വണ്ടി കയറും. പ്രസിലോഷ് അത്രയും സൗകര്യം കൂടുക. ശ്രമത്തിൽ പറഞ്ഞ ഹാലോലിഷ നേരെ വണ്ടി അവിടെ നേരെ ഇരുന്നാൽ മതി. അപ്പം മുറിയും വണ്ടി ഷീട്ടെല്ലാം ഒന്നാണ്. പ്രസിലോഷ് ശ്രമത്തിൽ ഹലേലിയ രസകരമായ സംഭവം. എപ്പം കൊണ്ടുവന്നിട്ട് ഇതെടുത്ത് നേരെ എന്നോട് ചോദിക്കുന്നില്ല, എടുത്ത് എൻ്റെ മുറിക്കകത്ത് 4-5 കസേരയുണ്ട്, കൈപ്പിടി ഇല്ലാത്ത വയസ്സ് അവത്തിലോട്ട് കയറ്റി കിടത്തി. പ്രസിലോഷ് സുഖപ്പെടുത്താൻ പറയാം. അവർക്ക് പറഞ്ഞേ ഹലോലിയ. ഞാൻ പറഞ്ഞു, ഇത് എന്തീ കാണിക്കുന്നത് യേശുവേ? ഞാൻ പറഞ്ഞു, നിങ്ങളോട് ആരാ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ? അതെ, ഞാൻ പറഞ്ഞു, നിങ്ങളെന്ത്? ഞങ്ങളോട് ഒരാൾ പറഞ്ഞു ഇവിടെ ധ്യാനകേന്ദ്രം. ഞാൻ പറഞ്ഞു, ഇവിടെ തുടങ്ങിയിട്ടൊന്നുമില്ല. പ്രസലോഷ് 2 ആഴ്ചയായിട്ടുള്ള ഇവിടെ ഒന്നുമില്ല, ഒരു പരിപാടി, ഒരു ഷെഡ് അടിച്ച് ഒന്നുമില്ല, ആരുമില്ല, ഒരു പാട്ടുകാരുമില്ല, ആരുമില്ല. അപ്പോൾ വെച്ചാൽ ഞങ്ങൾക്കിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു സന്ദേശം. ഞാൻ പറഞ്ഞു, എന്തൊരു സന്ദേശം, ഇതിങ്ങനെ സന്ദേശമുണ്ട്. പ്രസലോഷ് ധ്യാനകേന്ദ്രം ഇല്ലാത്തടത്താണോ ധ്യാനകേന്ദ്രം ഉള്ളത്? ശ്രമത്തിൽ പറഞ്ഞ ഹാലലുച്ച ഒന്ന് കൈയെടുത്ത് കിടത്താൻ നന്ദി പറഞ്ഞ മക്കൾ. പ്രിസ്ലോഷ് സത്യം ഞാൻ നിങ്ങളോട് തുറന്നു, എൻ്റെ ഉള്ളിൽ ശരിക്കും ചങ്ക് തീവായിപ്പോയി. പ്രിസ്ലോഷ് ഇത് പാവപ്പെട്ട മനുഷ്യരും കൂടെയാണ്. എവിടെ നിന്ന് ടാക്സിക്ക് വണ്ടി ആളിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവമേ ഇതെന്ത് കഷ്ടകാലം. പ്രിസ്ലോഷ് നേരെ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു, അവിടെ എവിടെയെങ്കിലും പോയി അച്ഛന്മാരൊക്കെ അടുത്തൊക്കെ പ്രാർത്ഥിച്ചു. അവിടെയൊക്കെ അളക്കില്ല, ഒക്കെ പ്രാർത്ഥിച്ചുകൂടെ? അവരൊന്നും കേൾക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ എനിക്ക് എങ്ങനെയായിരുന്നു ഒഴിഞ്ഞു മാറണമെന്നുണ്ട്. പ്രിസ്ലോഷ് അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ കുർബാന ചൊല്ലിട്ട്, അച്ഛൻ കുർബാന ചൊല്ലിട്ട് പോരാൻ ഞങ്ങളിവിടെ കിടന്നോളാം. പ്രസലോഷ് യേശു എൻ്റെ മുറി കിടക്കുക. അപ്പം ഞാൻ പള്ളിയിൽ പോയി, പള്ളി എന്ന് പറയാനില്ലെന്ന് ഷെഡല്ലേ, അവിടെ പോയി കുർബാന ചെല്ലാൻ വേണ്ടിച്ചു. ഞാൻ കുർബാന ചൊല്ലിട്ട് ആളുകളുടെ തലയിലൊക്കെ പ്രാർത്ഥിച്ച് ഞാനൊരു 12-1:30 വരെ എടുത്തു. 10-15 പേരേ ഉള്ളൂ, ആൾക്കാരൊന്നുമില്ല, എല്ലാവരും കണ്ടൊന്ന് പ്രാർത്ഥിച്ച്. അപ്പം ഞാൻ മുറി വരുമാണ്ട് അതുപോലെ കിടപ്പുണ്ട്. പ്രസലോഷ്
അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത്? അപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുക, എന്നോട് പറയും പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു നല്ല വിശ്വാസമുണ്ടോ? എന്നോട് പറഞ്ഞു എനിക്ക് നല്ല വിശ്വാസം വെച്ചാൽ ഇവർ പറഞ്ഞു അതൊക്കെ സ്ത്രീക്ക് കെട്ടി ഭർത്താവും മകനുണ്ട്, മകൻ്റെ ഭാര്യയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വിശ്വാസം ഉണ്ടല്ലേ? അപ്പോൾ യേശു നമ്മളെങ്കിൽ പ്രാർത്ഥിച്ചു അങ്ങ് വിശ്വാസം ഉണ്ടല്ലേ? അപ്പം എന്താ ഈശോൻ്റെ ആത്മാവിൻ്റെ ശക്തി നിങ്ങൾ പറ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങ് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു കരണ്ടടിക്കുന്ന ദേഹത്ത് കരണ്ടടിക്കുമ്പോൾ മനുഷ്യർ ഒട്ടയ്ക്കുന്ന എനിക്കറിഞ്ഞു ഇടിവെട്ടുന്ന ഒരു കരണ്ടടിക്കുന്ന ഒറ്റ ഒരു സംഭവം ഈ മനുഷ്യത്തിയുടെ ശരീരത്തിലൂടെ ഇറങ്ങിപ്പോകുന്നത് ഞങ്ങളെല്ലാം കാണുക. അടുത്ത നിമിഷം ഈ മകൾ നിവരുന്നു, മകളങ്ങ് എഴുന്നേൽക്കുന്നു. പ്രസലോഷ് എൻ്റെ മുറിക്കകത്തോടെ ഇങ്ങനെ നടക്കുന്നു. പ്രസലോഷ് ഈ ഒരു കുഞ്ഞു മുറിക്കകത്തോടെ കാറിക്കൊണ്ട് നടക്കുക. ഈ ഒച്ച കേട്ടോണ്ട് അന്ന് വന്ന 10-20 പേര് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അവരെല്ലാം കൂടെ വാതിലിടിച്ച് തുറന്ന് അകത്ത് കയറുക. എല്ലാവരും കൂടെ കൂട്ടക്കാറിച്ച് കൃപ. സുവിശേഷ പ്രഘോഷകർക്കൊന്ന് കിട്ടിയാൽ മതി, കൃപ കിട്ടിയാൽ മതി. ദൈവം വേറൊന്നും വേണ്ട. കൃപയില്ലാതെ എന്തിനു പോയിട്ട് ഒരു കാര്യവുമില്ല. ഒരാത്മാവിനെ പോലും നേടാൻ പറ്റില്ല. ഒരാത്മാവിനെ പോലും സ്വന്തമാക്കി വിശുദ്ധീകരിക്കാൻ പറ്റില്ല. രക്ഷപ്പെടും കൃപയാണ്. കൃപയല്ലാതെ വേറെ ഒന്നും കൊണ്ടും നടക്കില്ല. സത്യം പറഞ്ഞാൽ കഴിഞ്ഞൊരു 5 വർഷം അല്ല ഒരു 5-6 വർഷമായുള്ളൂ. ശരിക്കും 5 വർഷം പോലെ 4 വർഷമായുള്ളൂ പബ്ലിസിറ്റി കൊടുക്കാൻ. അതിന് മുമ്പ് ഞാൻ പബ്ലിസിറ്റി ഒന്നും കൊടുക്കത്തില്ല. ഒരു പഴയൊരു നോട്ടീസ് ഞാൻ പറഞ്ഞു പബ്ലിസിറ്റി കൊണ്ട് ആരും വരണ്ട. കൃപ കൊണ്ട് വന്നാൽ മതി. കൃപ പ്രവർത്തിച്ചാൽ മാത്രം ആൾ വന്നാൽ മതി. പരിശുദ്ധാത്മാവിന് പദ്ധതി. ദൈവമേ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവരിക, പരിശുദ്ധാത്മാവ് കൊണ്ടുവരിക. ഓരോ സംഭവങ്ങളൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടു. ദൈവം എന്തൊരു പ്രവർത്തിയാണ് ചെയ്യുന്നത്. കൃപ പ്രവർത്തിക്കുന്നത് അത് ആളുകൾക്ക് ഫെയ്ത്ത് കൊടുക്കാൻ ഈശോയുടെ സാന്നിധ്യം കൊടുക്കും. ഇത് കൃപ പ്രവർത്തിച്ചാൽ മതി. ഈ കൃപ കിട്ടാൻ വേണ്ടി പരിശുദ്ധാത്മാവ് 95 എന്നോട് പറഞ്ഞ 2 കാര്യം. 1 എളിമ, 2 വിശുദ്ധി. അസ്രവർത്തി പറഞ്ഞ ഹല്ലേലൂയാ. എളിമപ്പെടുക, തമ്പുരാന്റെ മുമ്പിൽ എളിമപ്പെടണം. ഇത് ദൈവത്തെ മാത്രം അനുസരിച്ചാൽ മതി. അതായത് ഗലാത്യ 1:10 ഞാൻ ആരുടെ പ്രീതിയാണ് അന്വേഷിക്കുന്നത്? ദൈവത്തിൻ്റെയോ മനുഷ്യൻ്റെയോ? ഞാൻ ഇപ്പോഴും മനുഷ്യനെയാണ് പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ദാസനാകില്ല. ദൈവത്തിൻ്റെ ദാസന്മാരാകണമെങ്കിൽ മനുഷ്യപ്രീതി നോക്കരുത്, ദൈവപ്രീതി നോക്കണം. സുവിശേഷം അനുസരിച്ച് ജീവിക്കണം. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പോകുമ്പോഴാണ് കൃപ കിട്ടുന്നത്. ദൈവത്തിന് പ്രസാദകരമായ ജീവിതം, ദൈവത്തിന് ഇഷ്ടപ്പെട്ട ജീവിതം. അത് ദാവീദിനെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവവചനം പറഞ്ഞൊരു വാക്കുണ്ട്, ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോസ്തല പ്രവർത്തനം 13:22 അത് ആവർത്തിച്ച് പറയുന്നത്, ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യരെ കിട്ടുമ്പോൾ അവർക്കാണ് ദൈവം കൃപ കൊടുക്കുക. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞു പോട്ടെ. പോരാ ഉച്ചത്തിൽ കൈയടിച്ച് കെട്ടഴിയട്ടായിട്ട് പരിശുദ്ധ ഈ സമയത്ത് കൊണ്ട് നമ്മൾ വീണ്ടും ഞാൻ വചനത്തിൽ വരിക. വിശുദ്ധി പാലിക്കുക. അവർക്ക് പ്രത്യേക ഹല്ലേലൂയാ. വിശുദ്ധിക്കെതിരായ മുഴുവൻ തിന്മകളും, പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ വിശുദ്ധി. ഈ മ്ലേച്ഛ ചിത്രങ്ങളും ഭയങ്കര ബന്ധന മക്കളെ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇത്രയും വ്യക്തമായിട്ട് പറയാൻ കാര്യം, ആളുകൾ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇത്തരം സ്പിരിറ്റുകളുള്ളവരുടെ ശരീരത്തിൽ നിന്ന് അന്ധകാരത്തിൻ്റെ ശക്തികൾ പോകുന്നതും വ്യക്തമായിട്ട്. അത് കാരണം ഇവരുടെ പഠനം, ജോലി, വിവാഹം, കുടുംബ ബന്ധങ്ങൾ, അല്ലെങ്കിൽ അവിടെ സ്നേഹം, ക്ഷമിക്കാൻ പരസ്പരം സ്നേഹിക്കാൻ പറ്റില്ല. ജഡികാസക്തിക്ക് അടിമപ്പെട്ടവർക്ക് ഒരിക്കലും ആത്മാർത്ഥമായിട്ടും ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. ജഡികാസക്തിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഭർത്താവിന് ഭാര്യയോ ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ പറ്റില്ല. ജഡികാസക്തിക്ക് അടിമപ്പെട്ട മക്കൾക്ക് മറ്റുള്ളവരെ സത്യസന്ധമായിട്ട് സ്നേഹിക്കാൻ പറ്റില്ല. അപ്പനെ അമ്മയോ സത്യസന്ധമായിട്ട് സ്നേഹിക്കാൻ പറ്റില്ല. അവിടെയൊക്കെ സ്വാർത്ഥ ലാഭങ്ങൾ കാണും, സ്വാർത്ഥ ലക്ഷ്യങ്ങൾ കാണും. ഉറപ്പാണത്. ചതിക്കാൻ വേണ്ടി, വഞ്ചിക്കാൻ വേണ്ടി സ്നേഹമോ, ദുരുപയോഗിക്കാൻ വേണ്ടി സ്നേഹമോ, സ്വന്തമാക്കാൻ വേണ്ടി, ശരീര സുഖത്തിന് വേണ്ടി സ്നേഹം. അതുകൊണ്ട് മക്കളിൽ മാരക പാപമോ ആണ് ആത്മാവ്. ഞാനൊക്കെയുണ്ട് ഈ ബൈബിൾ ചരിത്രം പഠിക്കുമ്പോൾ വിശുദ്ധ ജോൺ മരിയ വിയാനി ഞായറാഴ്ച ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് ജനത്തോട് കുർബാന മധ്യേ പ്രസംഗിക്കുമായിരുന്നു പറഞ്ഞത്. ഇത്തരം മ്ലേച്ഛ പാപങ്ങൾ ദേശത്തു നിന്ന് മാറാൻ വേണ്ടി പറയും, മക്കളെ ഈ പാപത്തിൽ ജീവിച്ചാൽ ആത്മാവ് തീ നരകത്തിൽ പോകും, നരകാഗ്നിയിലോട്ട് പോകുമെന്ന് പറയും. ഏറ്റവും ലോകത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയാണിത്. ഇത് ലോക കുടുംബങ്ങൾ, സമൂഹങ്ങളൊക്കെ ഉണ്ട്, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. ഇത്തരം തിന്മകൾ അതിൻ്റെ
മാക്സിമത്തിൽ കൂടുക. ആ കൂടിയിട്ട് അതോടെ കൃപ മുഴുവൻ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് അപകടങ്ങൾ അനർത്ഥങ്ങളൊക്കെ വരും. നമ്മൾ പോകുന്ന വഴിയിൽ അപകടങ്ങളുണ്ട്, രോഗങ്ങളുണ്ടാവും, പറയാൻ പറ്റില്ല. കൃപ നഷ്ടപ്പെട്ട് പോയ പിന്നെ ഉണ്ടല്ലോ എന്ത് അപകടങ്ങൾ എൻ്റെ അടുത്ത് സംഭവിക്കാൻ സാധ്യത വേറെയുണ്ട്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ മക്കൾ പോര 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 2 കരം എടുത്ത് ഹല്ലേലൂയാ. യേശുവേ നന്ദി. ചില അനർത്ഥങ്ങളൊക്കെ കുടുംബങ്ങളൊക്കെ സംഭവിക്കുമ്പോഴേ ഒക്കെ ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് നമ്മൾ എടുക്കണം. എല്ലാ സഹനങ്ങളും ദൈവഹിത പ്രകാരം എടുക്കണം എന്നൊക്കെ നമ്മൾ പറയും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ദൈവത്തിനെക്കുറിച്ച് പദ്ധതി ഉണ്ടെന്നൊക്കെ സഹനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എല്ലാവരോടും പറയാറുള്ളത് അങ്ങനെ തന്നെയാണ്. എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പക്ഷേ ചില അനർത്ഥങ്ങളുണ്ടല്ലോ, ആ അനർത്ഥങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ലാത്ത പ്രസിലോഷ് അതിൻ്റെ പിന്നിൽ കൃപ എന്തോ എവിടെയോ ഒരു കൃപയുടെ കുറവ് വരുന്നുണ്ട്, അഭിഷേകത്തിൻ്റെ കുറവുണ്ടാകുന്നുണ്ട്. സ്വരമടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. അതിന് കാരണം മാത്രമല്ല ഈ അശുദ്ധി തിന്മയുടെ അതുകൊണ്ട് എളിമ മാക്സിമം വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക. വിശുദ്ധി കൂടാ. അതാണ് ഹെബ്രായ ലേഖനം 12:14-15-16 എല്ലാവരോടും സമാധാനത്തെ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധ്യമല്ല. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. വീണ്ടും 1 തെസ്സലോനിക്കർ 4:4 മുതൽ നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ 1 തെസ്സലോനിക്കർ 4:4 മുതൽ നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതിയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴി പിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അല്ലെങ്കിൽ സഹോദരിയെ വഞ്ചിക്കുകയോ അരുത്. കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ്. പൗലോസ് പറയാ വിശുദ്ധിക്കെതിരായിട്ട് പാപം ചെയ്താൽ ദൈവത്തിന്റെ പ്രതികാരം ഉണ്ടാകുമെന്ന് പോലും എഴുതി വച്ചിരിക്കുക. ചില യുവതികളെ നശിപ്പിക്കുന്നവര്, യുവാക്കളെ നശിപ്പിക്കുന്നവര്, കുടുംബ ബന്ധങ്ങൾ അന്യന്റെ ഭാര്യയെ നശിപ്പിക്കുന്നവര്, അന്യന്റെ ഭർത്താവിനെ നശിപ്പിക്കുന്നവര്. അപ്പോൾ തോർത്തോണം ഇതൊക്കെ ഭയങ്കര. എൻ്റെ മക്കളെ അച്ഛൻ വളരെ ഞാൻ കാല് പിടിച്ച് പറയാം. കാരണം എൻ്റെ പരിശുദ്ധാത്മാവിൽ ഒരുപാട് നിങ്ങൾക്കറിയാലോ എത്രയോ ജീവിതങ്ങൾ നേരിട്ട് കാണുന്ന അച്ഛൻ ഓരോ ദിവസവും ജീവിതങ്ങൾ എനിക്ക് തുറന്നല്ല ഒന്നും പറയാൻ പറ്റില്ല. ജനത്തിൻ്റെ അവരുടെ സൽപ്പേര് കളയരുതല്ലോ ഒരിക്കലും. പാവപ്പെട്ട മനുഷ്യർ അവരുടെ സൽപ്പേര് കളയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ വേദനയുണ്ട് ചില. പക്ഷേ ഉള്ളുകൊണ്ട് ഞാൻ പറയാം ഇത്തരം പാപങ്ങൾ ചെയ്യുന്ന മക്കൾക്കെല്ലാം ഭയങ്കര തകർച്ചകളാണ്. ഇത്തരം പാപങ്ങൾ ചെയ്യുന്ന അനേക മക്കൾക്ക് ഭയങ്കരമായ തകർച്ചകൾ അവരെ ബാധിക്കുന്നത് കാണാൻ പറ്റും. വ്യക്തമായിട്ട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ അവിടെ ജീവിതത്തിന് ബ്ലോക്ക് എന്ന് പറയും. ബ്ലോക്കുള്ളതാണ് ശരിക്കും. ചില മേഖല തടസ്സമെന്ന സംഭവമുണ്ട്. ഇത്തരം വിശുദ്ധിക്കെതിരായിട്ട് പാവം നിർത്തിക്കേ. വീട്ടിലിരുന്ന് വേണ്ടാത്ത ഫിലിമുകളും ടെലിവിഷനും അല്ലെങ്കിൽ ഈ സീരിയലെല്ലാം കാണാൻ പോകാതിരിക്കുക. നമ്മുടെ വസ്ത്രധാരണയും നമ്മുടെ ജീവിതശൈലിയൊക്കെ കൃപയ്ക്ക് ചേർന്ന്. കൃപയുള്ളവർക്ക് വസ്ത്രധാരണ കൃപ കിട്ടിയാൽ അറിയാം. അത് കൃപ കിട്ടാൻ നമ്മൾ ശരിക്കും നാളെ നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന പരിശുദ്ധം അഭിഷേകത്തിന് വേണ്ടിയാണ്. അഭിഷേകം കിട്ടിയില്ലെങ്കിലുണ്ട് കൃപ കിട്ടിയില്ല വീണ്ടും നമ്മൾ പഴയപടി തന്നെ നമ്മൾ പോകും. വീണ്ടും നമ്മൾ തകർച്ചകളും അപകടങ്ങളും അനർത്ഥങ്ങളും അനുഭവിക്കേണ്ടി വരും. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ ഹല്ലേലൂയാ. അവിടെ ഇത്തരം അശുദ്ധിയുടെ മേഖല, അശുദ്ധഭാവം, ശുദ്ധതയ്ക്കെതിരായ ഭാവം, പുണ്യത്തിന് അത് നമ്മുടെ വിളിയതാണ്. ദൈവത്തിന് മുമ്പാകെ വിശുദ്ധരായിട്ട് ജീവിക്കാനാണ് ദൈവം നമ്മളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേരേ പോരാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എഫെസോസ് ലേഖനം 1:4 തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും, പരിശുദ്ധമായ സ്നേഹം. നമുക്ക് പരസ്പരമുള്ള സ്നേഹം പരിശുദ്ധമായ സ്നേഹം, അശുദ്ധമായ സ്നേഹമല്ല, പരിശുദ്ധമായ. മാതാപിതാക്കളും മക്കളും കുടുംബാംഗങ്ങളും അയൽക്കാരും പ്രിയപ്പെട്ടവരും ബന്ധുമിത്രാദികളുമായിട്ട് നമുക്ക് സ്നേഹം വേണം. പക്ഷെ അത് പരിശുദ്ധമായ സ്നേഹം, പരിശുദ്ധമായ സ്നേഹം. അവിടെ സ്വാർത്ഥ ലാഭങ്ങളോ സുഖഭോഗങ്ങളോ നോക്കരുത്. അതൊരു പാപമാണത്. ചതിക്കരുത്. പാവപ്പെട്ട പെൺകുട്ടികളെ ചതിക്കരുത്, നശിപ്പിക്കരുത്. പാവപ്പെട്ട അമ്മമാരെ ചതിക്കരുത്. പലതും പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് വഞ്ചിക്കരുത്. ഭയങ്കര അപകടങ്ങൾ ഇത്തരം കുടുംബങ്ങൾക്ക് ജീവിതങ്ങൾക്ക് സംഭവിക്കുന്നത് അറിയാറുണ്ട്. രോഗങ്ങളുണ്ടാകാം, ദുരിതങ്ങളുണ്ടാകാം, സാമ്പത്തിക തകർച്ച ഉണ്ടാകാം, മാനസിക രോഗങ്ങളുണ്ടാകാം, ജോലി തകർച്ചകൾ വരാം, കുടുംബ പ്രശ്നങ്ങളുണ്ടാകാം, സന്തോഷം നഷ്ടപ്പെടും, വിശ്വാസം നഷ്ടപ്പെടും, പള്ളിപ്പോക്കൊക്കെ നഷ്ടപ്പെടും, കുമ്പസാരമൊക്കെ വേറെ ഒരു ചടങ്ങാകും. കള്ളത്തെ കുമ്പസാരിക്കില്ല, കുമ്പസാരം നീണ്ടു പോകും.
പ്രാർത്ഥിക്കാൻ പറ്റില്ല, പിന്നെ ഭയങ്കരമായ അസ്വസ്ഥതയോ, പരിശുദ്ധമായ അഭിഷേകം കുറയും, സ്തുതിക്കാനൊന്നും പറ്റില്ല, ഭാഷാവരം കിട്ടത്തില്ല, കൃപ ഒന്നും കിട്ടത്തില്ല, കൃപയുടെ ചാലം നിൽക്കും, പിന്നെ ഒരു മൃഗമായിട്ടങ്ങ് മാറുന്ന കാണാൻ പറ്റും. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ബന്ധനൊഴിഞ്ഞ് പൊട്ടാടിയിട്ടായിട്ട് പോരാ, കരങ്ങൾ ഉയർത്തി കടിച്ച് പോരാ, ഒറ്റ വിളി ഈശോ. രണ്ട് കരം കൊടുത്ത് ഈശോയേ, ഈശോയേ. ആമേൻ, ആമേൻ. വീണ്ടും അച്ഛൻ പറയും വിശുദ്ധിയുടെ മേഖല. കാരണം വളരെ ഗൗരവമേറിയ മേഖലയായതുകൊണ്ട് അച്ഛൻ ഈ പറയുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഈ അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുന്നവർക്കുള്ള ഈ വിശുദ്ധിയുടെ മേഖല ഭയങ്കര തകർച്ച. മന്ത്രവാദം, കൂടോത്ര, ക്ഷുദ്രവിദ്യ, ഇതെല്ലാം ചേർന്ന് കിടക്കുന്നത്. അത് പഴയ നിയമത്തിൽ വ്യഭിചാരം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയാണ്. വിഗ്രഹാരാധനയും പഴയ നിയമത്തിൽ വിഗ്രഹാരാധനയും ജഡികപാപത്തും ഒരുപോലെ, രണ്ടിനും വ്യഭിചാരം എന്നുള്ള വാക്ക് പറയും. വ്യഭിചാര ദുർബോധം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറയുമ്പോൾ രണ്ടർത്ഥത്തിൽ അത് ഉദ്ദേശിക്കുന്നുണ്ട്. സ്വരമടത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സഭാപ്രസംഗകൻ്റെ പുസ്തകത്തിൽ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 27, 28, 29 ശ്രദ്ധിച്ച് കേട്ടണം. ഉടുപ്പ് കത്താതെ മാറിടത്തിൽ തീ കൊണ്ടു നടക്കാൻ ആർക്ക് കഴിയും? അല്ലെങ്കിൽ കാല് പൊള്ളാതെ കനലിന് മീതെ നടക്കാൻ കഴിയുമോ? അതുപോലെ അയൽക്കാരൻ്റെ ഭാര്യയെ പ്രാപിക്കുന്നവനും അവളെ സ്പർശിക്കുന്നവനും ശിക്ഷയേൽക്കാതിരിക്കുകയില്ല. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 32, 33, 34. വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല, അവൻ തന്നെ തന്നെ നശിപ്പിക്കുകയാണ്. ശതങ്ങളും മാനഹാനിയുമാണ് അവൻ ലഭിക്കുക, അവൻ്റെ അപമാനം തുടച്ചു മാറ്റപ്പെടുകയില്ല. സർവ്വത്തിൽ പറഞ്ഞു ഹല്ലേലൂയാ, സർവ്വത്തിൽ യേശുവേ നന്ദി. ഒരുപാട് പലപ്പോഴും കണ്ട് ഈ വ്യഭിചാര ദുർബോധം നിറഞ്ഞ ആളുകൾ നുണ പറയും, ഭയങ്കര നുണ പറയും, മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് പരിഹസിക്കും, ആരെ വേണമെങ്കിലും തരത്താഴ്ത്തും, പ്രസവോഷം ഉപദ്രവിക്കും, കുറ്റം പറഞ്ഞ് മറ്റുള്ള നശിപ്പിക്കും. അവർ ഭയങ്കരമായിട്ട് അവർ പലപ്പോഴും ഇത്തരം ആളുകൾ ചിലർക്ക് ഭയങ്കര കഴിവുകൾ കാണാൻ പറ്റും, ഹൈലി എഫിഷ്യൻ്റാണ്. പക്ഷേ അവരുടെ പ്രവർത്തികൾ അവസാനം വരുമ്പോൾ എല്ലാം തകർന്നു പോകും. പ്രസലോഷ് എല്ലാം ആദ്യം അങ്ങ് വളർച്ചയെ, പിന്നെ മുഴുവൻ തകർന്ന് കാണും. പണം ഉണ്ടാക്കും, ഇങ്ങനെയുള്ള വഴി പണം പക്ഷേ മുഴുവൻ അവസാനം പറ്റും. അവർ മക്കളൊക്കെ വളർത്തി വരും, പക്ഷേ കുറച്ച് മക്കളെല്ലാം പ്രശ്നമാകും. കുറച്ച് കഴിയുമ്പോൾ എല്ലാം ജീവിതം പിന്നെ ഒരു സന്തോഷം നഷ്ടപ്പെടും, മുഖത്ത് സന്തോഷം കാണില്ല, അപ്പോൾ ഭയങ്കര ചിരി അട്ടഹാസമാണ്, ഭയങ്കര എല്ലാം പോകും. ഈ ജഡികഭാവമുള്ള വ്യക്തിക്ക് ആരോട് വലിയ വെള്ളം പോകും, എല്ലാ ബന്ധങ്ങളും നോക്കും. ഒത്തിരി ഫ്രണ്ട്സുണ്ട്. ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കരമായ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ടെന്ന് പറഞ്ഞു. അത്രയും ഫ്രണ്ട്സുകൾ വരും. സെക്സ്, മദ്യം, പണം. ഇന്ന് പണം കൂടിയതുണ്ട്, എല്ലാം പോകാം. ഭയങ്കര പരിപാടിയല്ലേ, ഭയങ്കര പരിപാടികളല്ലേ, എല്ലാത്തിനും വലിയ പരിപാടി. വീട്ടു മക്കളെ ദൈവം തരും, പണം തരും, ദൈവം നന്ദി പറയുക. നേരായ വഴികൾ, ആരും ചതിച്ചും വഞ്ചിച്ചത്, ഇതിനെല്ലാം ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും കണക്ക് കൊടുക്കേണ്ട ദിവസമുണ്ട്. മരണമെന്ന് വിളി കഴിയുമ്പോൾ ആദ്യം ഇതിനെല്ലാം കണക്ക് കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആരും ഭയപ്പെടുത്താനല്ല, പക്ഷേ സുവിശേഷം തന്നെയാണ്. എനിക്ക് മാറ്റി പറയാൻ പറ്റില്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രസംഗിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് കേൾക്കാൻ ചെവിയുള്ളവർ കേട്ടാൽ മതി. സർവ്വത്തിൽ ഹല്ലേലൂയാ. ശ്രാപകം വിളിച്ചു പറഞ്ഞ് ഇതാ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു, വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു. നല്ല ഫലങ്ങൾ കായ്ക്കാത്ത വൃക്ഷങ്ങൾ വെട്ടി തീരെറിയപ്പെടും. ഇത് ഞാൻ പറഞ്ഞല്ല, കർത്താവിൻ്റെ പ്രവാചകൻ പറഞ്ഞു. അതിനെ അച്ഛൻ പറയാൻ പോകുന്നു. നല്ല ഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, വിശുദ്ധിയുടെ ഫലങ്ങൾ, വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ, കൃപയുടെ ഫലങ്ങൾ, സ്നേഹത്തിൻ്റെ ഫലങ്ങൾ, പുണ്യത്തിൻ്റെ ഫലങ്ങൾ. ആ ഫലമല്ലാതെ ദുഷിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മുഴുവൻ വൃക്ഷങ്ങൾ ഓർത്തുകൊള്ളുക, അത് ദൈവം വെട്ടിത്തീരെറിയും. നമ്മൾക്ക് ഫലം നോക്കാം, വൃക്ഷത്തിൻ്റെ ഫലം നോക്കാം. എൻ്റെ നിങ്ങളുടെയും നമ്മുടെയും ഫലങ്ങൾ നോക്കുക. രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ച് വിളിക്കട്ടെ. നമ്മുടെ കർത്താവിതാ നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്ന സമയം, നമ്മുടെ ജീവിതങ്ങളെ മുഴുവനും ഈശോയുടെ കരങ്ങളിൽ ചേർത്ത് വെക്കാം.
എല്ലാ പ്രശ്നങ്ങളും, കുടുംബത്തിലെ വേദനകൾ, മക്കളെ ഓർത്തുള്ള ആകുലതകൾ എല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ച്, മക്കളെല്ലാം പേര് പറഞ്ഞ് ഈശോയോട് സമർപ്പിച്ച്, കുടുംബത്തിലെ കണ്ണീരോട് സമർപ്പിച്ച്. സങ്കീർത്തനം 34:18 ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥൻ. ഉരുകിയ മനസ്സാ ദൈവത്തിന് സ്വീകാര്യമായ ബലി. തകർന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. രണ്ട് കരം ഉയർത്തി പഠിക്കട്ടെ. എല്ലാ പ്രശ്നങ്ങളും വെച്ച് കൊടുത്തു, എല്ലാ ദുരിതങ്ങളും കൊടുത്തു, തകർച്ചകൾ, രോഗപ്രശ്നങ്ങൾക്ക് വെച്ച് കൊടുത്തു. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സൗഖ്യം കൊടുക്കുന്നവനായി, വിടുതൽ നൽകുന്നവനായ നമ്മുടെ കർത്താവ് ഇതാ നമ്മുടെ മുമ്പിൽ തിരുവോസ്തിയിലൂടെ വന്നിരിക്കുകയാണ്. ഒറ്റ വിളിച്ചോയേ ബന്ധനങ്ങൾ കെട്ട് കാണിക്കണം, കർത്താവെ കെട്ട് കാണിക്കണം, ബന്ധനങ്ങൾ അടിക്കണം, പ്രാർത്ഥിക്കുന്ന രണ്ട് കരം ഉയർത്തുന്ന ആശീർവദിക്കുന്നു. കർത്താവ് ആശീർവദിക്കുന്നു, കർത്താവ് ആശീർവദിക്കുന്നു, കർത്താവ് Hallelujah.